ഇന്ന് നമ്മളെ നാഷണൽസ് കളി തുടങ്ങുകയാണ്. ഇനി 3 ദിവസം നമുക്ക് ഈ കളി തന്നെയാണ്. രാവിലെ തന്നെ നീച്ച് മാറ്റിയിട്ട് ജേഴ്സി അപ്പുറം ഇട്ട് വരാൻ പറഞ്ഞു. അന്ന് ഫസ്റ്റത്തെ കളിനെ സാധ്യതയാണ് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ട് അവൾ വരുന്നത്. എനിക്കിന്ന് കളി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിന്ന് ടെൻഷൻ ഇല്ലാത്തത്. അത് കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗ്രൗണ്ടിൽ പോയി നിന്ന്. എപ്പോഴാ കളി ഉണ്ടാവാന്നൊന്നും ഒരു മുൻകൂട്ടി പറയൊന്നുമില്ല. ഇനി പറഞ്ഞാലും അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴാ കളി നടക്കാന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ആ ഗ്രൗണ്ടിൽ തന്നെ വേണം. വൈകുന്നേരം ആയപ്പോൾ ഈ കളിന്റെ ഇനാഗുറേഷൻ നടന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട കുറെ ആൾക്കാരൊക്കെ വന്ന് ഇനാഗുറേഷൻ ചെയ്തു. അന്ന് രാത്രി വരെ ഫുൾ അവിടെ പരിപാടിന്റെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കിറ്റ്കാറ്റും ഐസ്ക്രീമും ഒക്കെ കൊണ്ടുവന്നു. ഓരോ സ്റ്റേറ്റത്തോൾക്കും ഓരോ കൂപ്പൺ തന്നു. ആ കൂപ്പൺ അനുസരിച്ച് പോയി വാങ്ങിക്കൊടുന്നു. ഇത് കിട്ടിയപ്പോ നമുക്ക് മനസ്സിനൊക്കെ വല്ലാത്തൊരു സുഖം തോന്നി. കുറെ നേരം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ നമുക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് സമയത്താണ് ഇത് കിട്ടിയത്. പിന്നെ ഐസ്ക്രീമും കിറ്റ്കാറ്റൊക്കെ തിന്ന് സമാധാനപ്പെട്ട അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഡാൻസ് പരിപാടിയൊക്കെ നടന്നു. ഈ അഭിനയം എവിടെ ഇരുന്നാലും അടങ്ങിയിരിക്കാൻ വേണ്ടി അങ്ങനെ അവൻ ഓരോ കുപ്പി എടുത്താണ്ട് ഈ അടുപ്പ് തെറുപ്പി. പിന്നെ അവിടെ നിന്ന് കുറെ കുപ്പിയായി അവനക്ക് കിട്ടൽ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മളെ പരിപാടി അവസാനിച്ചു. എന്നിട്ട് നമ്മള് ഡിന്നർ കഴിച്ചു. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ ചിക്കന് മീന് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ പോയത് ഒരു ചൂടുകാലത്താണ്. ചൂടുകാലത്ത് പൊതുവെ അവിടുത്തെ ആരും ചിക്കൻ കഴിക്കാറില്ല. അടുത്തൊരു പാർട്ടിയോടുകൂടി ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കും. ആ പാർട്ടിൽ പറയാം ജയിച്ചോ തോറ്റോ ഇല്ലേന്നോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ബൈ.